നമസ്തേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്കൃത ഭാഷാ പരിചയ എന്ന പുസ്തകത്തിലെ വിതുരനീതിയിലെ ഭാഗങ്ങളാണ്. പണ്ഡിതലക്ഷണവും മൂഢലക്ഷണവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് വിവിധ തരത്തിലുള്ള ഉപദേശങ്ങളാണ്. വിതുരർ ധൃതരാഷ്ട്രർക്ക് നൽകുന്ന വിവിധ രീതിയിലുള്ള ഉപദേശങ്ങളാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 2ൽ വരുന്നത് എന്താണ്? 45 മുതൽ 52 ശ്ലോകങ്ങളിലായി പറയുന്ന വിവിധ ഉപദേശാഹ, വിവിധങ്ങളായിട്ടുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അല്ലെ. ഇവിടെയും ഒരു പണ്ഡിത ലക്ഷണം പറയാം. ആരാണ് പണ്ഡിതൻ എന്ന് പറയുന്നുണ്ട്. ഇതാനി പണ്ഡിതഃ കഹ ഇതി വിശദയതി. അപ്പോൾ ഇവിടെ ആരാണ് പണ്ഡിതൻ എന്ന് വിശദീകരിക്കുന്നു. അഹം മഹാന്തം ആസാദ്യ വിദ്യാം ഐശ്വര്യമേവ അർത്ഥം മഹാന്തം ആസാദ്യ വിദ്യാം ഐശ്വര്യമേവ വിചരയത്യസമുന്നദ്ധോ യസ പണ്ഡിത ഉച്യതേ. യഹ മഹാന്തം അർത്ഥം, യാതൊരു മനുഷ്യനാണോ വിപുലമായ അർത്ഥത്തെ, ധനത്തെ, വിദ്യാം ഐശ്വര്യം ഏവവ, ധനത്തെയോ വിദ്യയെയോ ഐശ്വര്യത്തെയോ നേടിയിട്ട് അസമുന്നതഃ വിചരതി, അഹങ്കാരമില്ലാത്തവനായി വർത്തിക്കുന്നത്, സഹ പണ്ഡിതഃ ഉച്യതേ, അദ്ദേഹത്തെ പണ്ഡിതനെന്ന് പറയുന്നു. അപ്പൊ യാതൊരു മനുഷ്യനാണോ വിപുലമായ ധാരാളം ധനമോ വിദ്യയോ ജ്ഞാനമോ ഐശ്വര്യമോ ലഭിച്ചിട്ടും അസമുന്നതഃ, അഹങ്കാരമില്ലാത്തവനായി വർത്തിക്കുന്നത്, അവനെ പണ്ഡിതനെന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. അടുത്തത് വിഡ്ഢി ആരാണ്? പണ്ഡിതൻ ആരാണെന്ന് പറഞ്ഞു. ഇനി വിഡ്ഢി ആരാണെന്ന് പറയാണ്. യഹ അന്യേഭ്യഃ കിമപി ന ദദാതി സഹ മൂർഖഃ ഏവ. യാതൊരുവനാണോ മറ്റുള്ളവർക്ക് ഒന്നും നൽകാതിരിക്കുന്നത്, ന ദദാതി, യാതൊന്നും നൽകാതിരിക്കുന്നത്, അവൻ മൂർഖനാണ് അല്ലെങ്കിൽ വിഡ്ഢിയാണ്. ഏകഃ സമ്പന്നമശ്നാതി വസ്തേ വാസശ്ച ശോഭനം യോ അസംവിഭജ്യ ഭൃത്യേഭ്യ കോ നിശംസസ്തരസ്തതഃ. എന്താ പറയുന്നത്? യഹ ഭൃത്യേഭ്യഃ അസംവിഭജ്യ, യാതൊരു മനുഷ്യനാണോ തന്റെ ഭൃത്യർക്ക്, സേവകർക്ക് നന്നായി വിഭജിച്ചു നൽകാതെ, വേണ്ട രീതിയിൽ വിഭജിച്ചു നൽകാതെ, ഏകഃ സമ്പന്നം അശ്നാദി, ഒറ്റയ്ക്ക് എല്ലാ സമ്പത്തിനെയും അനുഭവിക്കുന്നത്, ശോഭനം വാസശ്ച വസ്തേ, നല്ല ശോഭനമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത്, തതഃ നൃശംസതരഃ കഹ അസ്തി, അവനേക്കാൾ ക്രൂരനായിട്ടുള്ള മറ്റാരാണ് ഉള്ളത്? അപ്പോ യാതൊരുവനാണോ തൻ്റെ ഭൃത്യന്മാർക്ക് നൽകാതെ, വിഭജിച്ച് നൽകാതെ, എല്ലാം ഒന്നിച്ച് അനുഭവിക്കുന്നത്, ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാ സമ്പത്തുകളും ഐശ്വര്യങ്ങളും സ്വയം അനുഭവിക്കുന്നത്, അവർക്കൊന്നും നൽകാതെ ഭംഗിയുള്ളതായ മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അങ്ങനെയുള്ളവരെ മൂർഖൻ, ദുഷ്ടൻ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് പറയുന്നു. അടുത്തത് പാപികൃതസ്യ ദുഷ്ടസ്യ കർമ്മണഃ ഫലം അന്യേപി അനുഭവന്തി. പാപങ്ങൾ ചെയ്തതായിട്ടുള്ള ദുഷ്ടന്റെ കർമ്മങ്ങളുടെ ഫലം മറ്റുള്ളവർക്കും വരും, മറ്റുള്ളവരും അനുഭവിക്കേണ്ടതായി വരും എന്ന് പറയാണ്. ഏകഃ പാപാനി കുരുതേ ഫലം ഭുങ്ക്തേ മഹാജനഃ ഭോക്താരോ വിപ്രമുച്യന്തേ കർത്താ ദോഷേണ ലിപ്യതേ. അപ്പൊ ഇതെല്ലാം പറയുന്നത് രാജാവ് ചെയ്യുന്ന പാപങ്ങളുടെ ഫലം മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരും എന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയാണ്. 'ഏകഃ പാപാനി കുരുതേ', ഒരാള്, ഒരു പുരുഷൻ 'ഫലം ഭുങ്ക്തേ മഹാജനഃ', ഫലം അനുഭവിക്കുന്നു. 'ഭോക്താരോ വിപ്രമുച്യന്തേ', 'കർത്താ ദോഷേണ ലിപ്യതേ',
ഒരു മനുഷ്യൻ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു. മഹാജനഃ ഫലം ഭുങ്ക്തേ, ഒരു ജനം തന്നെ, ഒരു ജനസമൂഹം തന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നു. ഭോക്താരഃ വിപ്രമുച്യതേ, ഫലം അനുഭവിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുന്നു. കർത്ത ദോഷേണ ലിപ്യതേ, ആ പ്രവൃത്തി ചെയ്ത ആൾ, പാപകർമ്മം ചെയ്ത ആള് കളങ്കിതനായി തീരുകയും ചെയ്യുന്നു. എന്താണ്? അപ്പോൾ ഒരു പുരുഷൻ പാപങ്ങൾ ചെയ്യുന്നു, മറ്റുള്ള ജനങ്ങൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നു. പാപഫലം അനുഭവിക്കുന്ന നിർദോഷരായിട്ടുള്ള ജനങ്ങൾ പിന്നീട് പാപവിമുക്തരായി തീരുന്നു. പക്ഷേ പാപം ചെയ്തവൻ മാത്രമാണ് അവസാനം അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കട്ടെ എന്ന് കരുതി ഒരു ദുഷ്കർമ്മവും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? കുമാർഗ പ്രസ്ഥിത ബുദ്ധി വിനാശായ. കുമാർഗം, കുത്സിതം, ചീത്തമാർഗം, തെറ്റായ മാർഗങ്ങളിലൂടെ പോകുന്ന ബുദ്ധി എന്താണ്? വിനാശായ, നാശത്തിനായിക്കൊണ്ട് ഉള്ളതാണ്. ഏകം ഹന്യാന്നവാ ഹന്യന്യാദിർ ആദിഷുർ മുക്തോ ധനുഷ്മത. ഏകം ഹന്യാന്നവാ ഹന്യന്യാദിഷു മുക്തോ ധനുഷ്മത. ബുദ്ധിർ ബുദ്ധിമതോത്സൃഷ്ട ഹന്യാദ് രാഷ്ട്രം സരാജകം. ധനുഷ്മത മുക്തഃ ഇഷുഹു. ഇഷുഹു എന്ന് പറഞ്ഞ ബാണം, അമ്പ്. ധനുഷ്മത വില്ലാളിയായിട്ടുള്ള ഒരാളാൽ, മുക്തഃ ഇഷുഹു എയ്തതായിട്ടുള്ള അമ്പ്, ഏകം ഹന്യാത് ന ഹന്യാത് വ, ഒരുവനെ ചിലപ്പോൾ ഒരു ശത്രുവിനെ നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നശിപ്പിക്കാതിരുന്നേക്കാം, വധിച്ചേക്കാം, അല്ലെങ്കിൽ വധിക്കാതിരുന്നേക്കാം. ബുദ്ധിമത ഉത്സൃഷ്ട ബുദ്ധിഹി, ബുദ്ധിമാനായിട്ടുള്ള, എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാൽ പ്രയോഗിച്ചതായിട്ടുള്ള ബുദ്ധി എന്ത് ചെയ്യും? സരാജകം രാഷ്ട്രം ഹന്യാത്, രാജ്യത്തോടൊപ്പം തന്നെ, അല്ല രാജാവിനോടൊപ്പം തന്നെ രാജ്യത്തെയും നശിപ്പിക്കും. എന്താ പറയുന്നത്? ഒരു വില്ലാളിയായിട്ടുള്ള യുദ്ധവീരൻ, വില്ലാളി വീരൻ എയ്തതായിട്ടുള്ള അമ്പ് ചിലപ്പോൾ ശത്രുവിനെ വധിച്ചേക്കാം, അല്ലെങ്കിൽ വധിക്കാതിരുന്നേക്കാം. പക്ഷേ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാൽ പ്രയോഗിക്കപ്പെട്ട ബുദ്ധി എന്ത് ചെയ്യും? രാജാവിനോടൊപ്പം തന്നെ രാജ്യത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് ധൃതരാഷ്ട്രരെ അങ്ങ് കരുതിയിരുന്നു കൊള്ളുക എന്നാണ് പറയുന്നത്. അമ്പ് ചിലപ്പോൾ വധിക്കാം, വധിക്കാതിരിക്കാം, പക്ഷേ നല്ല ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ രാജ്യവും രാജാവും ഒരേ സമയം നശിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പൊ സരാജകം രാഷ്ട്രം ഹന്യാത് എന്ന് ചോദിക്കും. എന്താണ് രാജ്യത്തോടൊപ്പം രാജാവിനെയും നശിപ്പിക്കുന്നത്? അപ്പോൾ ബുദ്ധിമത ഉത്സൃഷ്ട ബുദ്ധി, ബുദ്ധിമാനായ ഒരാളാൽ പ്രയോഗിക്കപ്പെട്ട ബുദ്ധിയാണ് രാജാവിനോടൊപ്പം രാഷ്ട്രത്തെയും നശിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ബുദ്ധ്യാ കാര്യാകാര്യം നിർണീയ സാമാദിഭിഹി മിത്രാദീനാം വശീകരണം കാര്യം. ബുദ്ധി ഉപയോഗിച്ച് കാര്യാകാര്യം നിർണീയ, കാര്യം എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ് എന്ന് നിശ്ചയിച്ചിട്ട് സാമാദിഭിഹി, സാമം ദാനം മുതലായവ കൊണ്ട് മിത്രം മുതലായവരുടെ, സുഹൃത്ത് മുതലായവരുടെ വശീകരണം കാര്യം. മിത്രങ്ങളെ, സുഹൃത്തുക്കളെ വശീകരിക്കണം, തൻ്റെ പക്കൽ നിർത്തണം, അല്ലെങ്കിൽ അവരെ ആകർഷിക്കണം. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ് എന്ന് ചിന്തിച്ച ശേഷം സാമം മുതലായ മാർഗങ്ങളിലൂടെ മിത്രങ്ങളെ, സുഹൃത്തുക്കളെ അടുപ്പിക്കണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആകർഷിക്കണം എന്നാണ് പറയുന്നത്. ഏകയാ ദ്വേ വിനിശ്ചിത്യ ത്രീം ചതുർഭിർ വശേ കുരു പഞ്ച ജിത്വാ വിദിത്വാ ഷഡ് സപ്ത ഹിത്വാ സുഖീ ഭവ. ഏകയാ ദ്വേ വിനിശ്ചിത്യ, ഏകയാ ഒരുവളാൽ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭവാൻ അങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ച്, ദ്വേ വിനിശ്ചിത്യ രണ്ടെണ്ണത്തെ നിശ്ചയിക്കണം. എന്താണ് ആ രണ്ടെണ്ണം?
കർത്തവ്യം അകർത്തവ്യം, ചെയ്യേണ്ടതെന്ത് ചെയ്യേണ്ടാത്തതെന്ത് എന്ന രണ്ടെണ്ണത്തെ നിശ്ചയിച്ചിട്ട് ചതുർഭിഹി 4 എണ്ണങ്ങളെ കൊണ്ട്, 4 എണ്ണം എന്താണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം. ഇവയാണ് രാജാവിന്റെ ചതുരുപായങ്ങൾ എന്ന് പറയുന്നത്. കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള 4 ഉപായങ്ങളാണ് സാമം, ദാനം, ഭേദം, ദണ്ഡം. ഈ 4 ഉപായങ്ങളെ ഉപയോഗിച്ച് വശേ കുരു 3 എണ്ണത്തിനെ വശീകരിക്കൂ, തന്റെ സമീപത്ത് നിർത്തൂ. തീൻ മിത്രാണി ഉദാസീനാൻ ശത്രുംശ്ച. 3 എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കൾ, ഉദാസീനർ എന്ന് പറഞ്ഞാൽ ആലസ്യമുള്ള മടിയന്മാരായിട്ടുള്ളവർ, അതുപോലെ ശത്രുക്കൾ. ഇവരെ വശേ കുരു, തന്റെ വശത്ത്, തന്റെ സമീപത്തേക്ക് ആകർഷിക്കൂ. പഞ്ചജിത്വ, പഞ്ച എന്ന് ഉദ്ദേശിക്കുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെയോ ജയിച്ചിട്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അവയെ ജയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചിട്ട്, തന്റെ അധീനത്തിൽ നിർത്തിയിട്ട്. ഷഡ് വിദിത്വ, 6 ഗുണങ്ങളെ, 6 ഗുണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സന്ധി, വിഗ്രഹം, ആസനം, ദ്വൈതം, ആശ്രയം എന്നിങ്ങനെയുള്ള 6 ഗുണങ്ങളെ അറിഞ്ഞിട്ട് സപ്ത ഹിത്വ, 7 ദോഷങ്ങൾ, സ്ത്രീ സേവ മുതലായിട്ടുള്ള 7 ദോഷങ്ങളെ പരിത്യജിച്ചിട്ട് സുഖി ഭവ, അങ്ങ് സുഖിയായിരിക്കട്ടെ, സുഖവാനായിരിക്കട്ടെ. അപ്പൊ എന്താണ് ഒന്നുകൂടി പറയാം. ഏകയാ, ഒന്നുകൊണ്ട്, ഒരു ബുദ്ധി കൊണ്ട്, ദ്വേ വിനിശ്ചിത്യ, 2 എണ്ണത്തിനെ നിശ്ചയിച്ചിട്ട്, കർത്തവ്യം ചെയ്യേണ്ടത് എന്താണ്, അകർത്തവ്യം ചെയ്യേണ്ടാത്തത് എന്താണ് എന്ന് നിശ്ചയിച്ചിട്ട്, 4 എണ്ണം കൊണ്ട്, 4 എണ്ണം സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിങ്ങനെ 4 ഉപായങ്ങൾ കൊണ്ട് 3 എന്താണ്, സുഹൃത്ത്, ശത്രു, ഉദാസീനൻ എന്നിവരെ വശേകുരു, വശീകരിക്കൂ, തന്റെ സമീപത്താക്കൂ. 5 പഞ്ചജിത്വ, 5 ജയിച്ചിട്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട് അവയെ വശത്താക്കിയിട്ട്. ഷഡ് വിദിത്വ, 6 ഗുണങ്ങളെ, സന്ധി, വിഗ്രഹം മുതലായ 6 ഗുണങ്ങളെ അറിഞ്ഞിട്ട്. സപ്തഹിത്വ, 7 ദോഷങ്ങളെ വർജിച്ചിട്ട്. സുഖീ ഭവ, സുഖിയായിരിക്കൂ, സുഖവാനായിരിക്കൂ എന്ന് വിതുരൻ ധൃതരാഷ്ട്രരോട് പറയുന്നു. അപ്പൊ എന്തെല്ലാം സ്വീകരിക്കണം, എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, എന്തിനെയൊക്കെ നിരാകരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം എന്താണ്? രാഷ്ട്രതന്ത്രപരേ രഹസ്യേ ജായമാനോ വിപ്ലവഃ സരാഷ്ട്രം രാജാനം ഹന്തി. രാഷ്ട്രതന്ത്രപരമായിട്ട് രഹസ്യത്തിൽ നിഗൂഢമായിട്ട് നടക്കുവാൻ പോകുന്ന വിപ്ലവങ്ങൾ എന്ത് ചെയ്യും? സരാഷ്ട്രം സപ്രജം രാജാനം ഹന്തി. രാഷ്ട്രത്തെയും പ്രജകളെയും ഒപ്പം അവയോടെല്ലാം കൂടി, രാഷ്ട്രത്തോടും പ്രജകളോടും കൂടി രാജാവിനെ വധിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പോ രാഷ്ട്രതന്ത്രപരമായി രഹസ്യമായി നിഗൂഢമായി നടക്കുന്ന വിപ്ലവങ്ങൾ എന്തു ചെയ്യും? രാഷ്ട്രത്തെയും പ്രജകളെയും എല്ലാം രാജാവിനോടൊപ്പം വധിക്കുന്നു. ഏകം വിഷരസോ ഹന്തി ശസ്ത്രേണൈകശ്ച ബധ്യത്തെ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രവിപ്ലവഃ. വിഷരസഃ ഏകം ഹന്തി. വിഷമയമായിട്ടുള്ള രസം, രുചി അല്ലെങ്കിൽ വിഷരസം, ഏകം ഹന്തി ഒരാളെ വധിക്കുന്നു. ശസ്ത്രേണ ച ഏകഃ വധ്യത്തെ, ആയുധം കൊണ്ടും ഒരാൾ വധിക്കപ്പെടുന്നു. മന്ത്രവിപ്ലവഃ, മന്ത്രം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, നിഗൂഢമായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ നിഗൂഢ രഹസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതിലൂടെ ഉണ്ടാകുന്ന രാജാക്കന്മാരുടെ രഹസ്യമായിട്ടുള്ള മന്ത്രങ്ങളിലൂടെ ഉണ്ടാകുന്ന ദോഷം എന്ത് ചെയ്യും? സരാഷ്ട്രം സപ്രജം രാജാനം ഹന്തി. രാജ്യത്തോടൊപ്പം പ്രജകളെയും രാജാവിനെയും നശിപ്പിക്കുന്നു, സർവനാശം ചെയ്യുന്നു. പറയാണ്, വിഷത്തിന് ഒരാളെ മാത്രമേ വധിക്കുവാൻ കഴിയുള്ളൂ, ഒരേ സമയം ഒരാളെ. ശസ്ത്രത്തിനും ആയുധത്തിനും എന്താണ്? ഒരേ സമയം ഒരാളെ മാത്രമേ വധിക്കുവാൻ കഴിയുള്ളൂ.
എന്നാൽ നിഗൂഢമായിട്ട് നടത്തപ്പെടുന്ന രാഷ്ട്രതന്ത്രപരമായിട്ടുള്ള രഹസ്യ ചർച്ചകൾക്ക്, അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാഷ്ട്രത്തെയും പ്രജകളെയും രാജാവിനെയും ഒന്നിച്ച് നശിപ്പിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് സാധാരണയും നീതിം സൂചയതി. വളരെ സാധാരണമായിട്ടുള്ള നീതി എന്താണ് എന്ന് പറയുകയാണ്. ഏകഃ സ്വാദൂന ഭുഞ്ജീത ഏകശ്ചാർത്ഥാന്ന ചിന്തയേത് ഏകോ ന ഗച്ഛേത് അധ്വാനം നൈക സുപ്തേഷു ജാഗൃയാത്. ഏകഃ സ്വാദു ന ഭുഞ്ജീത. ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയാളായിരുന്ന് തനിച്ചിരുന്ന് സ്വാദുള്ള ഭക്ഷണം ഭുജിക്കരുത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മറ്റുള്ളവർക്ക് പങ്കിട്ട് ഭക്ഷിക്കുമ്പോൾ അതിന്റെ സ്വാദ് വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വാദുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് അനുഭവിക്കരുത്, ഭക്ഷിക്കരുത്. അത് പങ്കിട്ട് നൽകുമ്പോൾ അതിന്റെ സ്വാദ് വർദ്ധിക്കുന്നു. ഏകഃ ച അർത്ഥാൻ ന ചിന്തയേത്. ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ദുർഗ്രഹമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കരുത്. മറ്റുള്ളവരോട് കൂടിയിരുന്നു വേണം ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാൻ. ഏകഃ അധ്വാനം ന ഗച്ഛേത്. ഒറ്റയ്ക്ക് തനിച്ച് ദീർഘയാത്ര പോവരുത്. ഏകഃ സുപ്തേഷു ന ജാഗൃയാത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അതിൽ ഒറ്റയ്ക്ക് ഒരുവനായി മാത്രം ഉണർന്നിരിക്കരുത്. എന്താ പറയുന്നത്? ഏകഃ സ്വാദു ന ഭുഞ്ജീത. എല്ലാവരും ഒറ്റയ്ക്ക് സ്വാദുള്ള ഭക്ഷണം ആർക്കും നൽകാതെ ഒറ്റയ്ക്ക് ഭുജിക്കരുത്. മറ്റുള്ളവർക്കും പങ്കിട്ട് നൽകി വേണം അത് ആസ്വദിക്കാൻ. ഏകഃ ച അർത്ഥാൻ ന ചിന്തയേത്. തനിച്ചിരുന്ന് ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുത്. എല്ലാവരോടും കൂടിയിരുന്നു വേണം ആലോചനകൾ നടത്താൻ. ഏകഃ അധ്വാനം ന ഗച്ഛേത്. തനിച്ച് ദീർഘയാത്ര പോകരുത്. ഏകഃ സുപ്തേഷു ന ജാഗൃയാത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അതിൽ ഒരുവൻ മാത്രമായി ഉണർന്നിരിക്കരുത്. അപ്പൊ എന്താ പറയുന്നത്? എല്ലാവരോടും ചിന്തിച്ച് ആലോചിച്ച ശേഷം മാത്രമേ ഓരോ പ്രവൃത്തികളും ചെയ്യാൻ പാടുള്ളൂ. കൂട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്വർഗസ്യ സോപാനമേവ സത്യം. സത്യമാണ് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി. സോപാനം എന്ന് പറഞ്ഞാൽ ചവിട്ടുപടി എന്നാണ് പറയുന്നത്. അപ്പൊ സ്വർഗസ്യ സോപാനം കിം. സ്വർഗത്തിലേക്കുള്ള സോപാനം എന്താണെന്ന് ചോദിച്ചാൽ സത്യമാണ്. ഏകമേവാദ്വിതീയം തത് യത് രാജന്നാവബുദ്ധ്യസേ സത്യം സ്വർഗസ്യ സോപാനം പാരാവാരസ്യ നൗരിവ. സത്യത്തിന്റെ മഹത്വത്തെ പറയുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ത്? സത്യം. അപ്പൊ സ്വർഗസ്യ സോപാനം കിം? സത്യം. രാജൻ അല്ലയോ രാജാവേ, പാരാവാരസ്യ നൗഹു ഇവ. പാരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രത്തിന് നൗഹു ഇവ തോണി എന്നതുപോലെ. അപ്പൊ സമുദ്രത്തെ മറികടക്കുവാൻ തോണി ഉപയോഗിക്കുന്നത് പോലെ സ്വർഗസ്യ ഏകം അദ്വിതീയം സോപാനം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഒരു അദ്വിതീയമായിട്ടുള്ള, പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതായിട്ടുള്ള സോപാനം, ആരോഹണം, കയറുവാനുള്ള പടിയാണ് എന്ത്? സത്യമേവ. പടി എന്താണ്? സത്യം മാത്രമാണ്. ഇപ്പൊ രാജാവെ, സമുദ്രത്തിൽ തോണി എന്നതുപോലെ സമുദ്രത്തെ മറികടക്കുവാൻ അല്ലെങ്കിൽ സമുദ്രത്തെ സമീപിക്കുവാൻ തോണി എന്നതുപോലെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അദ്വിതീയമായ, പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതായ ചവിട്ടുപടി എന്താണ്? അത് സത്യം മാത്രമാണ്. ഇതേ യത് തത് ത്വം നവബുദ്ധ്യസേ. ഇത് അങ്ങ് അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അതായത് സത്യത്തെ അനുഷ്ഠിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, സ്വർഗയാത്ര സാധ്യമാവുകയുള്ളൂ എന്നാണ് വിദുരർ ആര് ഉപദേശിക്കുന്നത്? ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്തെല്ലാം തന്നെ എന്തുണ്ട്? ധൃതരാഷ്ട്ര സത്യം പാലിക്കുന്നില്ല എന്ന സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ്
2-ൽ രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത്. ഇനി വരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.